തീർച്ചയായിട്ടും ഷീലി പറഞ്ഞ അത് ഓർപ്പിച്ചു തന്നായി, ഞാനത് വിട്ടുപോയതാണ്. ഇപ്പം പീരപ്പൻകോട് മുരളി എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്ന വലിയ നേതാവ്, നാടകകൃത്ത്, അദ്ദേഹം തന്നെ മനോരമയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു VS മരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം. അപ്പോൾ അതിൽ സ്വരാജ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞതിനെ കുറിച്ചും അതുമായിട്ടുള്ള വിവാദമൊക്കെ തന്നെ കേരളത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ അത് പുറത്തു വന്ന് പറയുന്ന ആദ്യത്തെ ആളാണ് പീരപ്പൻകോട് മുരളി. കാരണം മറ്റതൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് നിന്നുള്ള ആളുകൾ രഹസ്യമായിട്ടൊക്കെ മാധ്യമങ്ങൾക്ക് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുത്തിരുന്നു. ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ തന്നെ വളരെ രൂക്ഷമായ രീതിയിൽ സ്വരാജിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. അപ്പോൾ സ്വരാജ്, ഞാൻ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, യഥാർത്ഥത്തിൽ പത്രക്കാർ പോലും എന്നോട് ചോദിച്ചിട്ടല്ലേ നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്നൊരു റിപ്ലൈ കൂടി എടുത്തിട്ടല്ലേ കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ പക്ഷെ അത് ശരിവെക്കുന്ന കൃത്യമായിട്ടുള്ളൊരു സാക്ഷിമൊഴി നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പോൾ പീരപ്പൻകോട് മുരളിയുടെ ലേഖനത്തിലൂടെയാണ്. അതിൽ അദ്ദേഹം പറയുന്നത്